2.5 കോടി രൂപയുടെ പണവും സ്വർണവും പിടിച്ചെടുത്തതിന് അറസ്റ്റിലായ അസം ഉദ്യോഗസ്ഥയായ നൂപുർ ബോറ ആരാണ്? ആസാം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയായ നൂപുർ ബോറയെ തിങ്കളാഴ്ച അവരുടെ വീടുകളിൽ നിന്ന് 2 കോടി രൂപയും ആഭരണങ്ങളും പോലീസ് കണ്ടെടുത്തതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തു. സർക്കാർ ഭൂമിയും സത്രഭൂമിയും, ഈ സത്രഭൂമി എന്ന് പറയുന്നത് ഈ വിശുദ്ധ ഭൂമി അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമത്തിൻ്റെയോ ഒക്കെ കീഴിലുള്ള ഭൂമിയാണ് ഉദ്ദേശിക്കുന്നത്. സർക്കാർ ഭൂമിയും സത്രഭൂമിയും അനധികൃത താമസക്കാരെന്ന് സംശയിക്കപ്പെടുന്നവരുടെ പേരുകളിലേക്ക് മാറ്റാൻ പണം വാങ്ങിയെന്ന് ആരോപിച്ച് അവർ അന്വേഷണം നേരിടുന്നുണ്ടെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. അസം സിവിൽ സർവീസ് ACS ഉദ്യോഗസ്ഥയായ നൂപുർ ബോറയെ അവരുടെ വീടുകളിൽ നിന്ന് 2 കോടി രൂപയും ആഭരണങ്ങളും പോലീസ് കണ്ടെടുത്തതിനെ തുടർന്ന് തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തു. ഗുവാഹത്തിയിലെ ബോറയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് പോലീസ് പണവും ആഭരണങ്ങളും കണ്ടെത്തിയത്. ബാർപേട്ടയിലെ അവരുടെ വാടക വീട് ഉൾപ്പെടെ മറ്റു 3 സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തി. ആരാണ് ഈ നൂപുർ ബോറ? ശരിക്കും അവർ എന്താണ് ചെയ്തത്? 2019 സർവീസിൽ ചേർന്ന അവർ ആസാം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയാണ്. 1989 മാർച്ച് 31 ജനിച്ച ബോറ ആസാമിലെ ഗോലാഘട്ട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. കാംരൂപ് ജില്ലയിലെ ഗോറോയ്മാരിയിൽ സർക്കാർ ഓഫീസറായി സേവനമനുഷ്ഠിച്ചു. ഗുവാഹത്തി സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ച ബോറ അവിടെ നിന്ന് ആർട്സ് ബിരുദം നേടി കോട്ടൺ കോളേജിലും പഠിച്ചു. അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ സൂചിപ്പിക്കുന്നത് പോലെ സിവിൽ സർവീസിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവർ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനത്തിൽ ലെക്ചറായി ജോലി ചെയ്തിരുന്നു. 2019 മാർച്ച് മുതൽ 2023 ജൂൺ വരെ അവർ കർബി ആംഗ്ലോങ്ങിൽ അസിസ്റ്റന്റ് കമ്മീഷണറായാണ് അവരുടെ ഭരണപരമായ യാത്ര ആരംഭിച്ചത്. പിന്നീട് 2023 ജൂണിൽ ബാർപേട്ടയിലെ സർക്കാർ ഓഫീസറായി ജോലി ചെയ്ത് കാംരൂപിലേക്ക് മാറി. അവർക്ക് എന്താ ശരിക്കും സംഭവിച്ചത്? അവർക്കുള്ള യഥാർത്ഥ വരുമാനത്തെക്കാൾ വളരെ വലിയ സ്വത്ത് സ്വന്തമാക്കിയതിനാണ് അവർ ഈ തിങ്കളാഴ്ച അറസ്റ്റിലായത്. ഏകദേശം 90 ലക്ഷം രൂപ പണവും 1 കോടിയിലധികം വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളുമാണ് പോലീസ് പിടിച്ചെടുത്തത്. ഈ കണ്ടെടുത്തതിന്റെ ആകെ മൂല്യം ഏകദേശം 2 കോടി രൂപ വരുമെന്ന് കണക്കാക്കപ്പെടുന്നു. വിവാദ ഭൂമി ഇടപാടുകളിൽ തന്റെ പങ്കിനെക്കുറിച്ച് പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് 6 മാസമായി അവർ നിരീക്ഷണത്തിലായിരുന്നുവെന്ന് അസം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ബാർപേട്ട ജില്ലയിൽ സർക്കാർ ഓഫീസറായിരുന്ന കാലത്ത് അനധികൃത കുടിയേറ്റക്കാരെന്ന് സംശയിക്കപ്പെടുന്നവരുടെ പേരിൽ സർക്കാർ ഭൂമിയും സത്രഭൂമിയും രജിസ്റ്റർ ചെയ്യാൻ ബോറ സഹായിച്ചതായി ആരോപിക്കപ്പെടുന്നു. സംസ്ഥാനത്തിലെ ഈ കേസിനെ പിന്തുണച്ച് ശിവസാഗർ MLA അഖിൽ ഗൊഗോയിയുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക ആക്ടിവിസ്റ്റ് ഗ്രൂപ്പായ കൃഷക് മുക്തി സംഗ്രാം സമിതി എന്നിവ അവർക്കെതിരെ ഔദ്യോഗികമായി പരാതിയും നൽകിയിരുന്നു. ഭൂമിയുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾക്കുള്ള നിരക്കുകൾ പട്ടികപ്പെടുത്തുന്ന ഒരു റേറ്റ് കാർഡ് അവൾ സൂക്ഷിച്ചിരുന്നതായി പരാതിയിൽ അവകാശപ്പെട്ടു. ലാൻഡ് മാപ്പുകൾക്ക് 1500 രൂപ മുതൽ ഭൂരേഖകളിൽ പേര് ചേർക്കുന്നതിനോ നീക്കം ചെയ്യുന്നതിനോ 2 ലക്ഷം രൂപ വരെ അവർക്ക് കൈക്കൂലി നൽകിയതായി പരാതിക്കാർ പറയുന്നു. നൂപുർ ബോറയുടെ സഹായി എന്ന് ആരോപിക്കപ്പെടുന്ന ബാർപേട്ടയിലെ റവന്യൂ സർക്കിൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന ലാത് മണ്ഡൽ സുരജിത് ദേഗയുടെ വീട്ടിലും പ്രത്യേക വിജിലൻസ് സെൽ റെയ്ഡ് നടത്തി. ബാർപേട്ടയിൽ സർക്കാർ ഓഫീസറായി ജോലി ചെയ്തിരുന്ന കാലത്ത് അവരുടെ സഹായത്തോടെ നിരവധി പ്ലോട്ടുകൾ വാങ്ങിയതായി അയാൾക്കെതിരെ കുറ്റമുണ്ടെന്ന് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ വിജിലൻസ് സെല്ലിലെ പോലീസ് സൂപ്രണ്ട് റേസി കലിത അവർക്കെതിരെ നിരവധി അഴിമതി പരാതികൾ പരിശോധിച്ചു വരികയാണെന്ന് പറഞ്ഞു. കണ്ടെടുത്ത പണവും സ്വർണവും പ്രാഥമിക റെയ്ഡിൽ മാത്രമാണെന്നും കൂടുതൽ പരിശോധനകളിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനാകുമെന്നും അവർ പറഞ്ഞു. ഞായറാഴ്ച രാത്രിയാണ് റെയ്ഡ് ആസൂത്രണം ചെയ്തിരുന്നത്. എന്നാൽ നൂപുർ ബോറ വീട്ടിലില്ലാത്തതിനാലും ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നതിനാലും റെയ്ഡ് വൈകിപ്പിക്കേണ്ടി വന്നു. തിങ്കളാഴ്ച പുലർച്ചെ അവർ തിരിച്ചെത്തിയ ശേഷം റെയ്ഡ് ആരംഭിച്ചു. ഗുവാഹത്തിയിലെ അവരുടെ വീട്ടിൽ നിന്നാണ് ഇത് ആരംഭിച്ചത്. പിന്നീട് അവരുമായി ബന്ധപ്പെട്ട മറ്റു 3 സ്ഥലങ്ങളിലേക്കും റെയ്ഡ് വ്യാപിച്ചിരുന്നു.